Meet the editors. ബിഷപ്പുമാർക്കെതിരായ വിവാദ പരാമർശം പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ. വിവാദമായ കേക്ക്, വീഞ്ഞ്, രോമാഞ്ചം എന്നീ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നതായി മന്ത്രി പറഞ്ഞു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC അടക്കം രംഗത്തു വന്നതോടെയാണ് മന്ത്രിയുടെ വിശദീകരണം. അതേസമയം മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഈ ഘട്ടത്തിലാണ് മന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് വിശദീകരണം നൽകിയത്. ബിഷപ്പുമാർക്ക് വേദനയുണ്ടാക്കിയ വാക്കുകൾ പിൻവലിക്കുന്നുവെന്നും അതേസമയം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞ പ്രശ്നം എന്താണ്? അവിടെ പോയപ്പോൾ അവിടെ നടത്തിയ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചല്ലോ. വിശദീകരിച്ച കൂട്ടത്തിൽ ഈ കേക്കും വൈനും നമ്മൾ അവർ തന്നത് കഴിച്ചു പോയല്ലോ. ആ കഴിച്ചപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം മറന്നുപോയി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ പറഞ്ഞ ഭാഗമാണല്ലോ ഈ കേക്ക്, വൈന്, രോമാഞ്ചം, ഇത് മൂന്നാണല്ലോ പ്രശ്നം വന്നത്. അത് ഞാനങ്ങ് പിൻവലിച്ചു. ആ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്ത് ഞാൻ ഉറച്ചു നിൽക്കുക. പുന്നപ്രയിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനിടെയായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. ചില ബിഷപ്പുമാർക്ക് BJP നേതാക്കൾ വിളിക്കുമ്പോൾ രോമാഞ്ചമാണെന്നും കേക്കും വീഞ്ഞും കിട്ടിയപ്പോൾ മണിപ്പൂർ മറന്നു എന്നുമായിരുന്നു മന്ത്രിയുടെ പരാമർശം. നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ എല്ലാം വിളിച്ച് ഈയിടെ ഒരു അത്താഴം കൊടുത്തു, കുറച്ച് കേക്കൊക്കെ മുറിച്ചു. അപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാരെ വിളിച്ചത് പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടി പോകുന്നു. ഈ പോയ ആളുകൾ ഒരു വാക്ക് മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള ആർജവുണ്ടോ? ഒരു ആർജവുമില്ല. മന്ത്രിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC രംഗത്തെത്തിയിരുന്നു. പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ സർക്കാരുമായി സഹകരിക്കില്ലെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ക്ലിമിസ് വ്യക്തമാക്കിയിരുന്നു. പ്രസ്താവനയിലെ വാക്കുകൾ മന്ത്രി പിൻവലിച്ചെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കെട്ടടങ്ങുമോ എന്ന് കണ്ടറിയണം. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. മീറ്റ് ദി എഡിറ്റേഴ്സിലെ ആദ്യ ചോദ്യം: പാർട്ടി തിരുത്തിച്ചു. സ്മൃതി പരുത്തിക്കാട്, സ്മൃതിയുടെ ചർച്ചയും അത് തന്നെയായിരുന്നു. പാർട്ടി തിരുത്തിച്ചു എന്നാണ്. ഒരു ഭാഗത്തിൽ സജി ചെറിയാൻ പിൻവലിയുന്നുണ്ട്. അതായത് ആ ശൈലി, ആ മൂന്ന് പ്രയോഗങ്ങൾ, വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം, അതിൽ നിന്ന് പിൻവലിഞ്ഞു. പക്ഷേ പറഞ്ഞ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റിൽ ഇപ്പോഴും പൊളിറ്റിക്കൽ ആർഗ്യുമെൻ്റ് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പാർട്ടി ഇടപെട്ട് തിരുത്തിച്ചതാണോ നമ്മൾ കണ്ടത്? പാർട്ടി ഇടപെട്ട് തിരുത്തിച്ച് തന്നെയാണ്. MV ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനം നമ്മൾ കണ്ടതാണ്. MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറയുന്നു, ദേശീയ തലത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി പറയും, ഇവിടെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അത് ഞാനാണ്. അപ്പോൾ അത് പാർട്ടിയുടെ നിലപാടല്ല. കാരണം ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നതാണ് സജി ചെറിയാൻ ഓരോ തവണയും എൻ്റെ വ്യക്തിപരമായ എന്ന് 3-4 ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ വ്യക്തിപരമായ നിലപാട് എന്ന്. അപ്പോൾ അത് സ്വയം പറഞ്ഞതാണെന്നും പാർട്ടിയുടെ നിലപാടല്ല എന്നും അത് ബോധ്യപ്പെടുത്തുക. കാരണം അതിന് തൊട്ടു മുന്നേ ആണല്ലോ മാർക്ക് ക്ലിമിസിൻ്റെ പ്രതികരണം ഉണ്ടായത്. അപ്പോൾ KCBC സഹകരിക്കണമെങ്കിൽ ഇതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇത് ആത്യന്തികമായ വോട്ടാണ്, രാഷ്ട്രീയമാണ്, ആ ഘട്ടത്തിൽ അങ്ങനെ നിലപാടെടുത്തിരിക്കുന്നത്. അതേസമയം മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM എടുത്തിരിക്കുന്ന നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അവിടെ ആദ്യം പോയ നേതാവാണ്, ആ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ച നേതാവാണ്, പ്രധാനമന്ത്രി മിണ്ടാത്തത് എന്താണെന്ന് ചോദിച്ച നേതാവാണ്. അതിലപ്പുറം ഇവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അതിൽ പ്രതികരിക്കണമെന്ന് പറയാൻ ഞങ്ങളില്ല. അത് കോൺഗ്രസ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും അങ്ങനെയാണ് എടുക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിൻ്റെ ആയാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം വിഭാഗത്തിൻ്റെ ആയാലും അത്തരം കാര്യങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, അതിൽ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നതിന് നിലപാടെടുത്തിരിക്കുന്നു. അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തതെന്നാണ് അവർ വിശദീകരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിൽ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുമ്പോൾ അതാര് ചോദിക്കുമെന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അത് ചോദിക്കാൻ ആരുമില്ലേ? ചോദിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ്. അത് ഞങ്ങൾ നോക്കിക്കോളുമെന്ന് പറയുമ്പോൾ ഈ മതമേലധ്യക്ഷന്മാർക്ക് തെറ്റുപറ്റുമ്പോൾ ആര് തിരുത്തിക്കുമെന്നൊരു ചോദ്യമുണ്ട്. അത് ആത്മാർത്ഥമായ ഒരു തിരുത്തിക്കലിനുള്ള ശ്രമമാണോ നടന്നതെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ CPMൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ, മുൻപ് നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VN വാസവൻ പാലാ ബിഷപ്പിനെ അങ്ങോട്ട് ചെന്ന് കണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതമായ പ്രതികരണമെന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടാകണം അല്ലേ? പിന്നീട് നിലവാരം മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ചില വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക, ചില വിഷയങ്ങളിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത്
രാഷ്ട്രീയമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ CPM എടുത്തിരിക്കുന്ന നിലപാട് ശരിയായ നിലപാടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സജി ചെറിയാൻ എടുത്ത നിലപാട് അപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട് ആ വിഷയത്തിൽ എൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു എന്ന്. പാർട്ടി തിരുത്തിക്കുന്നത് വോട്ട് രാഷ്ട്രീയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. കേരള കോൺഗ്രസ് എം ആ വിഷയത്തിൽ ഒന്ന് പ്രസ്താവന നടത്തി. പ്രസ്താവനയ്ക്കപ്പുറം പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലൊരു സമ്മർദ്ദം ജോസ് കെ മാണിക്ക് മുന്നിലുമുണ്ട്. അപ്പോൾ ആ ഒരു സമ്മർദ്ദം, മുന്നണിയിലെ സമ്മർദ്ദം ആ ഘട്ടത്തിൽ പ്രതികരിക്കുക എന്നൊരു വിഷയത്തിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ട് ആ രൂപത്തിൽ പ്രതികരിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. സുജയ ഭഗവതി. സഭകളുടെ പ്രതിഷേധം കടുത്തതുകൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ തിരുത്തിയത്. ഇന്നലെ നമ്മൾ ഈ വിഷയം എടുത്തപ്പോൾ ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ഒരു പോപ്പുലർ ഒപ്പീനിയൻ. പക്ഷേ ഇപ്പോൾ കൃത്യമായി ഇടതുപക്ഷം അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതൃപ്തി ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കും. അങ്ങനെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. നേരത്തെ സ്മൃതി പരുത്തിക്കാട് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ നിലപാട് ദേശീയ തലത്തിൽ പറയേണ്ടത് ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ എന്ന ഞാനാണ് എന്ന് MV ഗോവിന്ദൻ കൃത്യമായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി സെക്രട്ടറി പറയും. സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടല്ല, പക്ഷേ സർക്കാരിന്റെ ഭാഗമായ സാംസ്കാരിക മന്ത്രിയാണ് സജി ചെറിയാൻ. സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന വാചകങ്ങൾ സംസ്കാരത്തിന് ചേർന്നതാണോ എന്നതൊക്കെ ജനം വിലയിരുത്തട്ടെ. അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് വിശദീകരണത്തിൽ ന്യൂനപക്ഷ സമുദായാംഗമാണ് ഞാൻ എന്ന് സജി ചെറിയാൻ എടുത്തു പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സജി ചെറിയാൻ ഈ ഒരു നിയോഗം പാർട്ടി ഏൽപ്പിച്ചിരുന്നോ? അതായത് വിമർശിക്കുന്നതിനായി ഈ ഒരു നിയോഗം ഏൽപ്പിച്ചിരുന്നോ? മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരുന്നോ? മുഖ്യമന്ത്രി എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? ആ ചോദ്യങ്ങളൊക്കെ ഇന്നലെ മുതൽ തന്നെ വളരെ സജീവമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത് എന്താണ്? കേക്കിന്റെയും വൈനിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പദം ഞാൻ പിൻവലിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സുചിന്തിതമായ ഒരു അഭിപ്രായം തന്നെയായിരിക്കും. പാർട്ടിയുടെ ലൈനും അത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അക്കാര്യത്തിൽ പാർട്ടിയോ മന്ത്രിയോ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് സഭയ്ക്ക് നേരെ ഉയർത്തിയ വിമർശനം അതേപടി അവിടെ നിലനിൽക്കുകയാണ്. 3 വാക്കുകൾ മാത്രം പിൻവലിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ആ വിമർശനം അവസാനിക്കുന്നില്ല, അത് എടുത്തു മാറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞതിന്റെ കാതലായ ഭാഗം അവിടെ നിലനിൽക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞത് എന്താണ്? ബസിലിയസ് ക്ലിമോസ് കാതോലിക്ക ബാവ ഇന്ന് ചോദിച്ചത്, KCBCയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. കർദിനാൾ ഇന്ന് പറഞ്ഞ കൃത്യമായ വാചകം ഇങ്ങനെയാണ്: കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിച്ചത് ഉചിതമായില്ല എന്നത് ഏറ്റവും തീവ്രതയോടെ ഞാൻ സർക്കാരിനെ അറിയിക്കുകയാണ്. പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിച്ചതിന് വിശദീകരണം നൽകുന്നതുവരെ KCBCയുടെ പൊതുവായ സഹകരണം സർക്കാരിനോട് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പരസ്യമായി ഞാൻ അറിയിക്കുന്നു. ക്രൈസ്തവ സഭ ആരെ കാണണം, ആര് വിളിച്ചാൽ പോകണം എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല. അത് സർക്കാരിനുള്ള സഭയുടെ പ്രത്യേകിച്ചും ഈ KCBCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ മാർ ക്ലിമിസ് കൊടുക്കുന്ന കൃത്യമായ സന്ദേശമാണ്. അത് പാർട്ടി സെക്രട്ടറി മനസ്സിലായി. പാർട്ടി ലൈനിൽ തന്നെ സജി ചെറിയാനോട് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സർക്കാരിന്റെ നിലപാടാണോ സജി ചെറിയാൻ പ്രകടിപ്പിച്ചത് എന്ന് ക്ലിമിസ് ബാവ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിൻവലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആ പ്രസ്താവന അപമാനിച്ച ആ ഭാഗം മാത്രം, അതിലെ വാക്കുകൾ മാത്രം തിരുത്തുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകർ, അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകർ CPIM ആണ്. CPIMനോട് ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് സുരക്ഷിതം എന്ന് സ്ഥാപിക്കുന്നതിന്റെ ഒരു ശ്രമത്തിന്റെ തുടർച്ചയാണ് സജി ചെറിയാനും ഈ വിഷയത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ പദപ്രയോഗം കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ കോസ് തന്നെ ചർച്ചയിൽ നിന്ന് മാറ്റപ്പെടുകയും ഈ വിശേഷണങ്ങൾ മുന്തിരി വാറ്റിയ സാധനം, മുന്തിരിങ്ങ വാറ്റിയെടുത്ത സാധനം എന്നാണ് പറഞ്ഞത്, വൈനെന്ന് പോലുമല്ല. അപ്പോൾ അത് കുടിച്ചു, മുന്തിരിയിട്ട് വാറ്റിയ സാധനം കഴിച്ചു, സ്തുതിയൊക്കെ പാടി, അതാണ് കൃത്യമായ വാചകം. അങ്ങനെയൊക്കെ പറയാതെ ഈ വിഷയം അവതരിപ്പിക്കാമായിരുന്നു സജി ചെറിയാൻ. അങ്ങനെയും സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് സജി ചെറിയാൻ. അത് ചെയ്തില്ല. ചില ബിഷപ്പുമാർക്ക് പ്രത്യേക രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ് അവരെ അപമാനിച്ചു എന്ന് KCBCക്ക് പറയാവുന്ന ഒരു സാഹചര്യം അവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ കേക്കും വൈനും രോമാഞ്ചവും പിൻവലിച്ചതുകൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഭരണഘടനയെ വിമർശിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് 1 വർഷം പൂർത്തിയായ, അല്ലെങ്കിൽ അതിനുശേഷം തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ കറക്റ്റ് 1 വർഷമാണ്. കഴിഞ്ഞ ജനുവരിയിൽ വന്നു, ഈ ജനുവരിയിൽ വീണ്ടും അടുത്ത പ്രസ്താവന. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയൊന്നും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടി നേതൃത്വം ഇടപെട്ടത് ഒറ്റ കാര്യം കൊണ്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. സഭയുമായി തെറ്റിപ്പിരിയേണ്ടതില്ല, ഒന്നിച്ചു പോകാം. അതുകൊണ്ട് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കാൻ വേണ്ടി പാർട്ടി ഇടപെട്ടു. സജി ചെറിയാൻ 3 വാക്കുകൾ പിൻവലിച്ചു. 3 വാക്കുകൾ പിൻവലിച്ചത് കൊണ്ട് സഭയ്ക്ക് തൃപ്തിയായോ എന്നുള്ളത് സഭയാണ് പറയേണ്ടത്. ക്ലിമിസ് ബാവ പറഞ്ഞു, സഭയാണ് പറയേണ്ടത്, സഭാവിശ്വാസികളാണ് പറയേണ്ടത്. മാത്രമല്ല സഭയെയും അതുപോലെ തന്നെ സഭാ മേലധ്യക്ഷന്മാരെയും പഠിപ്പിക്കേണ്ടത് CPIMന്റെ നേതാക്കളുമല്ല എന്ന സന്ദേശം ക്ലിമിസ് ബാവ കൊടുത്തതും ഗംഭീരമായി. റൈറ്റ്, ഓക്കെ. MV നികേഷ് കുമാർ, പ്രയോഗങ്ങൾ പർവ്വതീകരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. നോക്കൂ, ഇത് എന്തുകൊണ്ടാണ് സജി ചെറിയാൻ ഈ 3 വാക്കുകൾ പിൻവലിച്ചത് എന്നുള്ളൊരു പരിശോധന നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പ്രസക്തമാവുകയാണ്. ജിഹാദികളാണ് ഇപ്പോൾ CPIMനെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തന്നെയും BJP എടുത്തിട്ടുള്ള നിലപാട്. ഇപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം, സജി ചെറിയാൻ ഒറ്റക്കായിരിക്കില്ല അക്കാര്യത്തിൽ ഒരു തിരുത്തൽ പ്രക്രിയയിലേക്ക് പോയിട്ടുള്ളത്. CPM കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ MV ഗോവിന്ദൻ രാവിലെ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ പിശകുള്ള വാക്കുകളുണ്ട് എങ്കിൽ
അത് പരിശോധിക്കും എന്ന് പറയുന്നു. ഏതാണ്ട് അധികം മണിക്കൂറുകൾ കഴിഞ്ഞില്ല അല്ലേ, 1-2 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും സജി ചെറിയാൻ അക്കാര്യത്തിൽ തിരുത്തൽ വരുത്തി പ്രസ്താവന ഇറക്കുകയാണ്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ആ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിലനിർത്തുക. ഈ കാര്യങ്ങൾ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ആ പരാമർശം നീക്കം ചെയ്യുക. നോക്കൂ, അവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ ജിഹാദികളാണിപ്പോൾ CPM-നെ നിയന്ത്രിക്കുന്നത്. ഇത് CPM-ഉം ഒരു BJP-യും തമ്മിലുള്ള ഒരു ക്ലാഷായിട്ടല്ല വരുന്നത്. പകരം BJP-യുടെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം എന്താ ചെയ്തിട്ടുള്ളത്? ഇത് മുസ്ലിം ക്രിസ്ത്യൻ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മുസ്ലിം ക്രിസ്ത്യൻ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പം അത് CPM-നെ സംബന്ധിച്ച് പഴയ പോലെ അല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യമെമ്പാടും വലിയ നിലയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സംസ്ഥാനത്തും അത് മാറ്റി. ഉദാഹരണത്തിന് സംസ്ഥാനത്ത് ഞാൻ ആവശ്യത്തിലേക്ക് വരാം എങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെ ഒരു നമുക്ക് കുറച്ച് 3 വാക്കുകൾ പറഞ്ഞു, എന്നിട്ട് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്ത് നിൽക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിൽ പിശകുണ്ടോ? ഇപ്പോൾ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരാണോ സജി ചെറിയാൻ്റെ ടാർഗറ്റ്? അല്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ മെസ്സേജ് എന്താണ്? ആ പറഞ്ഞ മെസ്സേജ് അവിടെയുണ്ട് എന്നുള്ളതാണ്. സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വർഗീയമായി മുതലെടുക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുക. അതിന് പകരം നിങ്ങൾ പോയി വീണ്ടും ഇതിനകത്ത് ഗുസ്തി പിടിച്ചാൽ ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ അവരിപ്പോൾ മണിപ്പൂർ കലാപത്തിൽ സംഭവിച്ചതിനേക്കാൾ വലിയ രോഷത്തോടു കൂടിയാണ് ഈ സജി ചെറിയാൻ്റെ വിഷയത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട, അതങ്ങോട്ട് മാറ്റിവെക്കുക. സ്വാഭാവികമായ രീതിയിൽ ഈ മണിപ്പൂർ വിഷയത്തിൽ മാത്രമായി ഊന്നി നിന്നുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആലോചനയോട് കൂടിയിട്ടുള്ള തിരുത്തലാണ് ഇന്ന് സജി ചെറിയാൻ വരുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഒന്ന്. 2, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു സജി ചെറിയാൻ ഇത്ര പറഞ്ഞാൽ പോരാ, ഇതിൽ കൂടുതൽ പറയണമെന്ന്. നോക്കൂ, സ്വന്തം സമുദായത്തോട് വിശ്വാസവഞ്ചന നടത്തിയിരിക്കുകയാണ് ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ. അങ്ങനെ വിശ്വാസവഞ്ചന നടത്തിയ ആളുകളെ ഈ 3 വാക്കുകൾ കൊണ്ട് തുറന്നു കാണിക്കാൻ സജി ചെറിയാന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയമാണ് എന്നും ഇനിയും സജി ചെറിയാന് ചില പ്രയോഗങ്ങൾ നടത്താമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. കാരണം അത്രയും അർഹിക്കുന്നുണ്ട് ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും ബിസിനസ്സുകാരും NRIയും കായിക താരങ്ങളും അടങ്ങുന്ന ഡെലിഗേഷൻ സംഘം. കാരണം അവരവിടെ ചെന്നിട്ട് പ്രധാനമന്ത്രി വിരുന്ന് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ അനുവാദം ലഭിക്കുന്നു. അവർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ സംസാരിക്കുന്നു. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഈ കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് 2023 ഏറ്റവും പ്രധാനമാണ് 2023 മണിപ്പൂരിലേക്ക് ഒരു സമാധാന ദൗത്യത്തെ അയച്ചില്ല. പ്രധാനമന്ത്രി ഒരു വാചകം മിണ്ടിയില്ല. പ്രധാനമന്ത്രി ആ സംസ്ഥാനം സന്ദർശിച്ചില്ല എന്ന്. അതുകൊണ്ട് സ്വന്തം സമുദായത്തോട് വിശ്വാസവഞ്ചന കാട്ടിയിട്ടുള്ള ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരോട് പ്രയോഗിക്കാവുന്ന കടുത്ത വാക്കുകൾ തന്നെയാണത്. അതിലും കടുത്ത വാക്കുകൾ സജി ചെറിയാൻ ഉപയോഗിക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഈ വിഷയത്തെ ഞാൻ സമീപിക്കുന്നത് 2 വീക്ഷണകോണിൽ നിന്നാണ്. ഒന്ന്, നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്ന വളരെ മതാത്മകമായിരിക്കുന്ന ഒരു പൊതുബോധത്തിലാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. അത് സജി ചെറിയാനും അംഗീകരിക്കേണ്ടതുണ്ട്, ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരും അംഗീകരിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ എന്ന വാക്കുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ പൊതുബോധത്തെ നിയന്ത്രിച്ചു നിർത്തുന്നത് വളരെ സെൻസിറ്റീവായ മതാത്മകമായ ഒരു ബോധമാണ്. ആ ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുകയാണ് മതമേലധ്യക്ഷന്മാർക്ക് വേദനയുണ്ടാക്കരുത്, സാധാരണ കർഷകർക്ക് വേദനയുണ്ടാവരുത്, സാധാരണ പൗരന് വേദനയുണ്ടാവരുത്, ഒരു ചെരുപ്പുകുത്തിക്ക് വേദനയുണ്ടാവരുത്, ഒരു മാധ്യമപ്രവർത്തകന് വേദനയുണ്ടാവരുത്. അങ്ങനെ സാധാരണ പൗരന്മാർക്കില്ലാത്ത ഒരു മാഹാത്മ്യവും സഭാ നേതൃത്വത്തിനോ മറ്റു വ്യക്തികൾക്കോ കൽപ്പിച്ചു കൊടുക്കുന്ന ഒന്നല്ല നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിയമം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ. എല്ലാവരുടെയും ഡിഗ്നിറ്റിക്ക് വിലയുണ്ട്. മണിപ്പൂരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ, മാനം നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിനില്ലാത്ത ഒരു വിലയും കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിലെ സഭാ മേലധ്യക്ഷന്മാർക്കില്ല, ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട്. ആ നിലപാടിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. പക്ഷേ പാർട്ടി വളരെ വേഗം തന്നെ അത് തിരുത്തിക്കുന്ന ഘട്ടം എത്തുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതാത്മകമായൊരു പൊതുബോധം നിയന്ത്രിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ആ മതാത്മകമായ പൊതുബോധം പ്രായോഗിക രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സായി മാറുന്നൊരു കാലമുണ്ട്. ഈ 3 വാചകങ്ങൾ കത്തിപ്പിടിച്ചുകൊണ്ട് ഇടയലേഖനങ്ങൾ ഇറങ്ങും. ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും വർഗീയമായി ധ്രുവീകരിക്കാൻ ഈ 3 വാചകങ്ങൾ മതി. കേക്ക്,
ഈ പറയുന്ന രോമാഞ്ചം, മൂന്നാമത്തത് മുന്തിരിയിട്ട് വാറ്റിയ സാധനം. ഇത് മൂന്നിനെയും വർഗീയവൽക്കരിക്കുകയാണ്. ആ വർഗീയവൽക്കരിക്കപ്പെടുന്ന ആശയങ്ങൾ എന്താണോ സജി ചെറിയാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ പാർട്ടി വളരെ വേഗം ഇടപെടുകയും പ്രയോഗങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് പറയുന്ന ആശയത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ പാർട്ടി തിരുത്തി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തിരുത്തിച്ചു എന്നത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഈ മൂന്ന് വാക്കുകൾ പിൻവലിക്കുന്നത് കൊണ്ട് സജി ചെറിയാൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യത്യാസപ്പെടുത്തുന്നില്ല. അതേ രാഷ്ട്രീയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് ശരിയായ രാഷ്ട്രീയ നിലപാടാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ മുന്നിലുള്ള കണക്കുകളുണ്ടല്ലോ, ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഇന്ന് സജി ചെറിയാൻ പറയുന്നത്. അടുത്ത കാലത്ത് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് മേൽ നടത്തിയ ആക്രമണങ്ങളുടെ കണക്കും പട്ടികയും പുറത്തുവിടുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന പെർസിക്യൂഷനാണ്. ആ പെർസിക്യൂഷൻ 2014 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ 2023 ആദ്യത്തെ 8 മാസങ്ങളിൽ മാത്രം 525 ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ വിവിധ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് നേരെ നടന്നിരിക്കുന്നത്. 525 8 മാസങ്ങൾക്കിടയിൽ. മറ്റൊരു കണക്ക് പറയുന്നത് 2014 മുതൽ 4 മടങ്ങ് വർധനവുണ്ടായിരിക്കുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ. 2014 ഉത്തർപ്രദേശിൽ 18 ആക്രമണങ്ങളാണെങ്കിൽ 2018 ആകുമ്പോഴേക്കും അത് 132 ആക്രമണങ്ങൾ എന്ന രീതിയിലേക്ക് മടങ്ങ് വർദ്ധിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ വിചാരധാരയിലേക്കും ആഭ്യന്തര ശത്രുക്കളിലേക്കുമൊക്കെ മടങ്ങിപ്പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ പ്രശ്നം ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു സമുദായത്തിന് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമാകുന്നുണ്ടോ? ഒരു കമ്മ്യൂണിറ്റിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ മണിപ്പൂരിൽ ഉണ്ടാവുന്നുണ്ടോ? ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് ഒരു നിവേദനം പോലും കൊടുക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നതൊരു സാധാരണ ചോദ്യമാണ്. ഈ വിഷയത്തിൽ KCBCയുടെയോ ഇന്ത്യയിലെ ഉത്തരവാദിത്വപ്പെട്ട ഏതെങ്കിലും മതസംഘടനയുടെയോ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല. ആകെ നടത്തിയത് 2023 ഏപ്രിൽ മാസത്തിൽ നടത്തിയ യുവം പരിപാടിയുടെ ഭാഗമായി താജ് ഹോട്ടലിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിനുമപ്പുറം ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നിവേദനം കൊടുത്തതായോ പ്രതികരിച്ചതായോ കാണുന്നില്ല. അവിടെയാണ് ആ ക്രൂരമായ നിശബ്ദത ചൂണ്ടിക്കാട്ടേണ്ടത്. സജി ചെറിയാൻ്റെ ഉത്തരവാദിത്വമാണ്, ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിൽ വേദനയുണ്ടെങ്കിൽ പിൻവലിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതാത്മകത നിയന്ത്രിക്കുന്ന ഒരു പൊതുബോധം ഏതു വിഷയത്തെയും ആ വിഷയത്തിൻ്റെ ആശയത്തെ തന്നെ റദ്ദു ചെയ്യുന്ന രീതിയിൽ ആളിക്കത്താൻ പര്യാപ്തമായൊരു സാഹചര്യത്തിലാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പാർട്ടി തിരുത്തിച്ചോ എന്ന ചോദ്യത്തിന് പാർട്ടി തിരുത്തിച്ചു എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. അതിൻ്റെ കാരണം പാർട്ടി അതിവേഗം തിരിച്ചറിയുന്നു. അത് ആളിപ്പടരുമ്പോൾ റദ്ദു ചെയ്യപ്പെടുന്നത് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു വലിയ കോഴ്സ് ആണ്. മണിപ്പൂർ എന്ന് പറയുന്നത് ഒരു വലിയ നിലവിളിയാണ്. ആ നിലവിളി റദ്ദു ചെയ്തുകൊണ്ട് ഈ പ്രയോഗം വരാൻ പാടില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് സജി ചെറിയാൻ പിൻപറ്റിയിരിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെയും വിശ്വാസം. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സജി ചെറിയാൻ ഉയർത്തിവിട്ടിരിക്കുന്ന ആ ചോദ്യം ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും. കാരണം ഇതിപ്പോൾ സഭാ മേലധ്യക്ഷന്മാർ ഇങ്ങനെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ, അതിന്റെ തുടർച്ചയായ സ്നേഹവിരുന്നുകൾ നടത്തുമ്പോൾ ഒരുപക്ഷെ അവർ കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വീഴരുത് എന്ന് ക്രൈസ്തവ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് സജി ചെറിയാൻ ചെയ്തിട്ടുള്ളത്. ആ കെണി നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം തുടങ്ങിയ വാക്കുകളിൽ വേദന തോന്നിയ മതമേലധ്യക്ഷന്മാർക്ക് ഈ 249 പള്ളികൾ 36 മണിക്കൂറിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ വേദന ഉണ്ടായിരുന്നില്ലേ? 600 പള്ളികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ 525 ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ വേദന ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു വേദന നമ്മൾ പുറത്തേക്ക് കണ്ടില്ലല്ലോ. ഇത് എത്ര വേഗമാണ് ഈ വേദന വന്നത്? ഏത് വിഷയത്തിലാണ് വേദന വന്നത്? അപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രത്യേക വിഭാഗമായി നിൽക്കുന്നു. അപ്പോൾ ക്ലിമ്മിസ് ബാവ പറഞ്ഞില്ല ഈ കേന്ദ്ര സർക്കാരുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ചോദ്യമായി ഇപ്പോൾ ഈ സമൂഹത്തിൽ നിലനിർത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ സമൂഹം വല്ലാതെ മാറിയിരിക്കുന്നു. 2 രൂപത്തിൽ വിഭജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ രൂപത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രതികരിക്കാം? പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോകേണ്ട അവസ്ഥ. നമുക്ക് ഈ CPM-ന്റെ ശ്രീ K. അനിൽകുമാറിന് തന്നെ ആ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. തട്ടമിടാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾക്ക് തട്ടമിടാതിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇടത് സർക്കാർ എന്നാണ് പറഞ്ഞത്. അത് തട്ടമിടാൻ ആഗ്രഹിക്കാത്ത എന്നുള്ളതാണ്. ആഗ്രഹിക്കാത്ത എന്നുള്ള വാക്ക് കളഞ്ഞ് തട്ടമിടാതെ കളയുന്നു എന്ന രൂപത്തിലാക്കുകയും പിന്നീട് അന്ന് പിന്നാക്കം പോകേണ്ടി വന്നു. അപ്പോഴും പാർട്ടിയാണ് ആവശ്യപ്പെട്ടത് തിരുത്താൻ. അപ്പോൾ തിരുത്തലല്ല, പിൻവാങ്ങൽ, അല്ലെങ്കിൽ ആ വാക്ക് പിൻവലിക്കൽ. തിരുത്തൽ എന്ന വാക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രൂപത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഇതേ സമയമാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞ പാലാ ബിഷപ്പിനെ അവിടെ പോയി കണ്ട് നന്നായി ഒന്ന് സംസാരിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് നിങ്ങളിങ്ങനെ ഇതിലൊന്നും വീടരുത് എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അതിനെ വേറെ രൂപത്തിൽ എന്താണ് പണ്ഡിതോചിതമായ പ്രതികരണം എന്ന രൂപത്തിൽ പുറത്തു പറയുന്നത്. അപ്പോൾ 2 രൂപത്തിലാണിത്
പരിഹരിക്കാൻ ശ്രമിക്കുക. 2 രൂപത്തിലാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ശ്രമമാണ് ഏറ്റവും മാന്യമായ ശ്രമം എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് മുന്നിൽ രണ്ടുമുണ്ടല്ലോ. അപ്പോൾ പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് ഇതിലേതാണ് എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അത് വളരെ പ്രസക്തമായ ചോദ്യവുമാണ്. കാരണം ഈ വോട്ട് ബാങ്കിനും ഇവിടെയാണ് എം.വി. നികേഷ് കുമാർ ഒരു പ്രധാന പ്രശ്നം ഉദിക്കുന്നത്. പാർട്ടിയുടെ നിലപാട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത നിലപാടാവുന്നു. ഇപ്പം പിണറായി വിജയന്റെ ഒരു അവസരവാദ നിലപാടാണ് ഡോക്ടർ. അവസരവാദ നിലപാടാണ് പക്ഷേ പാർട്ടിക്ക്. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാര്യം പ്രായോഗിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കണക്കെടുപ്പ് നോക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ ഇടതുപക്ഷം കൃത്യമായ അവസരവാദമാണ് എല്ലാ കാണിച്ചത്. പാർട്ടിക്കാരും അങ്ങനെയല്ലേ? ഇവിടെ എങ്ങനെയാണ് വളരെ ഇടതുപക്ഷത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പെട്ടെന്ന് പറയുന്നത്. ക്രിസ്ത്യൻ Directly പ്രിയപ്പെട്ടവരായി കേക്കും വിരുന്നും കൊടുക്കുന്നത്? എത്ര വർഷം കേക്കും വിരുന്നും കൊടുത്തിട്ടുണ്ട് സുജയ? ക്രിസ്ത്യൻ ഇഫ്താർ വിരുന്ന് കൊടുക്കുന്നില്ലേ മുഖ്യമന്ത്രി? BJP ക്രിസ്മസ് വിരുന്ന് കണ്ടില്ല. ഇഫ്താർ വിരുന്ന് പ്രധാനമന്ത്രി കൊടുക്കുന്നില്ല. നോക്കൂ, ഇഫ്താർ മുഖ്യമന്ത്രി വിരുന്ന് ഇഫ്താർ മാത്രമല്ല, വിരുന്ന് മാത്രമാണ് ക്രിസ്ത്യൻ കൊടുത്തത്. വിരുന്നും കൊടുക്കുന്നു. 2023 മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്ന് മാത്രമാണ് ഇഫ്താർ വിരുന്ന് കൊടുത്തത്. മാത്രമല്ലല്ലോ, ഇഫ്താർ വിരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ അതിൽ ഈ രാഷ്ട്രീയ വിഷയങ്ങളാണോ ചർച്ചയായത്? അവിടെയാണ് നേരത്തെ പറഞ്ഞൊരു പ്രധാന ഒരു വിരുന്ന് കൊടുക്കുന്നു, കേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുന്നത് പെരുന്നാളിന് കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അല്ല, പ്രധാനമന്ത്രി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കൊടുത്തത് ആകെ ഇഫ്താർ വിരുന്ന് മാത്രമാണ്. BJP എന്തുകൊണ്ടാണ് കേക്കും വൈനുമായി പോകുന്നത്, വൈനില്ല കേക്കുമായി പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. BJPയുടെ കാഴ്ചപ്പാട് അതായിരുന്നില്ലല്ലോ. സംഘപരിവാറിന്റെ കാഴ്ചപ്പാട് ക്രിസ്ത്യാനികളെ കുറിച്ചതായിരുന്നില്ലല്ലോ. അവിടെയാണ് CPM കാഴ്ചപ്പാടിലെ മാറ്റമാണോ CPM-നെ അപ്പോൾ അല്ലല്ല, അതാണ് നോക്കൂ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണോ ഭയപ്പെടുന്നത്? ഒരിടത്തുണ്ടാവുന്നത് കാഴ്ചപ്പാടിലെ മാറ്റവും മറ്റൊരിടത്തുണ്ടാവുന്നത് പോളറൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു വികലമായ കാഴ്ചപ്പാടാണ്. അതാണ് ഒരിടത്തുണ്ടാവുന്നത് കാഴ്ചപ്പാട് മാറ്റവും മറ്റൊരു വശത്തുണ്ടാവുന്നത് അവസരവാദപരവും എന്ന് പറയാൻ കഴിയില്ല. അവസരവാദപരമായ നിലപാട് ഒരു പ്രായോഗിക ജനാധിപത്യ രാഷ്ട്രീയത്തിൽ എടുക്കുന്നു എന്നതാണ് പാർട്ടികളുടെ ലിമിറ്റേഷൻ. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാനിത് പറഞ്ഞു നിർത്തിക്കോട്ടെ. നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം CPM-ന് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അപ്പോഴും മറുഭാഗത്തും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് ഈ വേസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? ഈ തിരുമുടിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? നഖത്തെ കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? ആ വാദത്തിൽ നിന്നും പിന്നിലേക്ക് പോയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നോക്കൂ, ഇവിടെ ക്രിസ്ത്യൻ ആരാണ് നിങ്ങൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ ആരെയാണ് നേരിടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ അടക്കുന്ന പൗരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് എന്താണ്? നിങ്ങൾക്ക് ഈ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി മാറുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാനാകുമോ? ഈ മതാധിഷ്ഠിത രാഷ്ട്രമായി ഈ രാജ്യത്തെ പരിണമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കാൻ കഴിയുമെന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ ഒരു ഇപ്പോൾ പാലാ ബിഷപ്പിനോട് ഈ സമീപനം, അല്ലെങ്കിൽ ക്ലിമ്മിസ് ബാവയോട് ഈ സമീപനം, ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയിട്ടുള്ള മതപുരോഹിതന്മാരോട് ഈ സമീപനം എന്നുള്ള നിലയിലല്ല. ക്രിസ്ത്യൻ സമുദായമോ മുസ്ലിം സമുദായമോ അവിടുത്തെ മതപുരോഹിതന്മാരോ അല്ല ഇന്ന് ഒരു പൊതുധാരയുടെ ശത്രു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ആ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് ശത്രുതയുമായി മുന്നോട്ട് പോകാനാകില്ല. നിങ്ങളോട് ഞങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കുന്നു. അതേസമയം ആ രാഷ്ട്രീയം അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാൽ മറുഭാഗത്ത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ തന്നെ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത പീഡന വർഷം എന്ന നിലയിൽ ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമുണ്ടാകും. ഒരു ദിവസം 2 ആക്രമണം. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇംഫാൽ ആർച്ച് ബിഷപ്പ് പറയുന്നത് 36 മണിക്കൂറിൽ 256 പള്ളികൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അവർ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് ആ വിരുന്നിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഭയചകിതമായ ഒരു സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ പറയേണ്ടത്. നോക്കൂ, മുൻകാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ള ഒഡീഷയിലെ ഫാദർ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകം. ഞാനൊക്കെ ആ സമയത്തും പത്രം വായിക്കുന്ന ആളാണ്, വാർത്തകൾ കാണുന്ന ആളാണ്. ആ കാലഘട്ടത്തിൽ എന്തു വലിയ പ്രതിഷേധം ഈ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്, എന്തു വലിയ പ്രതിഷേധം ഈ കേരളത്തിൽ പോലും ഉണ്ടായിട്ട്. എത്രയോ വർഷങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ നടന്നിരുന്നു. ക്രിസ്ത്യൻ സമുദായം ആകെ തന്നെ ഇളകി മറിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വർഷമുണ്ടായിട്ട്, ഇത്രയും വലിയ പീഡനപർവം അവരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു വർഷം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സമുദായ നേതാക്കൾക്ക് ആ വിഷയത്തിൽ
പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത്. 6 മതമേലധ്യക്ഷന്മാർക്കാണ് ഇ ഡിയുടെ നോട്ടീസ് ഉള്ളത്. അതെ, അപ്പോൾ FCRA ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഒട്ടും പിൻവാങ്ങുന്നില്ല. FCRA എന്ന് പറയുന്നത് വിദേശ ഫണ്ടാണ്. ഈ വിദേശ ഫണ്ട് തരേണ്ട മിഷനറിമാർ ഈ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർക്ക് വീസ നൽകണം. ഈ കാര്യങ്ങളൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ മുഖ്യ വിഷയമാണ്. അതായത് സമുദായം നേരിടുന്ന ആക്രമണങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ബിഷപ്പുമാരുടെയൊക്കെ മുഖ്യ വിഷയമായി ഈ FCRAയും ഈ വീസയും ഒക്കെ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇനി അതാണെങ്കിൽ തന്നെയും ഒരു ഭയചകിതമായ അന്തരീക്ഷമുണ്ട്. ആ ഭയചകിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ് അവർ, ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് അവർ. ആ സാഹചര്യത്തിലാണ് സജി ചെറിയാൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള 3-4 വാക്കുകളുണ്ട്. ആ 3-4 വാക്കുകൾ അവരെ വീണ്ടും വേദനിപ്പിക്കുകയാണെങ്കിൽ അതെടുത്ത് കളയുക, ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് സജി ചെറിയാൻ സംബന്ധിച്ചു. പക്ഷെ അപ്പോഴും ഈ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച് നർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ അന്ന് സഹകരണ വകുപ്പ് മന്ത്രി ഈ പല ബിഷപ്പിനെ പോയി കാണുന്നുണ്ട്. അവിടെ പോയി അത് കാണാം. സമസ്തയുടെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് 2021. ഇത് ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ആശയധാരയിൽ നിന്ന് അവർ ഈ വോട്ടിനെ ഭയന്നുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്ന സാഹചര്യം ഇവിടെ യാതൊരു വോട്ടുമില്ല. ഇവിടെ നോക്കൂ, അങ്ങനെയാണെങ്കിൽ വോട്ട് നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബോഡി വേസ്റ്റ് പ്രയോഗം, അതുപോലെ തന്നെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ള നികൃഷ്ടജീവി പരാമർശം, രൂപത എന്ന് പറയുന്നത്, ഇതൊന്നും ഒരു കാലഘട്ടത്തിലും പിൻവലിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടില്ല. ഇപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് സജി ചെറിയാൻ അത് മാറ്റിയിട്ടുള്ളത്. രൂപത എന്ന് പറഞ്ഞത് MA ബേബിയാണ്. നികൃഷ്ടജീവി പരാമർശം പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പരാമർശങ്ങൾ മുൻകാലങ്ങളിൽ ആ കാലഘട്ടത്തിലും വോട്ടിന്റെ കാര്യം നോക്കിയിട്ടായിരുന്നില്ല. പിന്നെ ഈ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ അന്ന് ജോൺ ബിട്ടാസിന്റെ നേതൃത്വത്തിൽ കൈരളി മാതാമൃതാനന്ദമയുടെ കാര്യത്തിൽ ഒരുപക്ഷെ അന്ന് MA ബേബി ജയിച്ചിരുന്നെങ്കിൽ MA ബേബി ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് MA ബേബിയുടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് കൊല്ലത്തെ മാത്രമല്ല, മറ്റ് നോക്കൂ, ഇത്തരം പരാമർശങ്ങളൊന്നും സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ മതപരമായ രീതിയിൽ അല്ല, മതത്തിൽ ഇടപെട്ടുകൊണ്ട് രീതിയിൽ ചില പരാമർശങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും ഇത് പിൻവലിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. അതായത് നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ BJP മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. CPMന്റെ നേതൃത്വം ജിഹാദികളുടേതാണ് എന്നാണ്. ജിഹാദികളുടെ CPMനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശകരുടെ ആക്ഷേപം എന്താണെന്നറിയാമോ? ഈ CPM ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നാണ്. ഈ ജിഹാദികളുടെ നേതൃത്വം അവർക്കുണ്ട് എന്നുള്ള കാര്യം ആരും ഇതേവരെ ഒരു ആക്ഷേപമായി പോലും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ഒരു പദ്ധതി BJP ഒരുക്കി വരുമ്പോൾ ആ പദ്ധതിക്ക് വളമിട്ട് കൊടുക്കലല്ലെന്നേ കെണിയിൽ ചാടാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള മെച്യൂരിറ്റി. അതിൽ ഈ സംശയമൊന്നുമില്ല. പക്ഷെ അവിടെയും ഞാനിപ്പോഴും കേരളം കണ്ട ഏറ്റവും മോശമായ പദപ്രയോഗം എന്ന് പറയുന്നത് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന പദപ്രയോഗമാണ്. ആ പദപ്രയോഗത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും വീഴ്ചയെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടില്ല. നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടുത്ത വാർത്താ സമ്മേളനത്തിൽ എന്താ പറയുന്നത്? നർക്കോട്ടിക് കേസുകളിൽ ഓരോ സമുദായവും എങ്ങനെയാണ് നർക്കോട്ടിക് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന്. അതിനകത്ത് മുസ്ലിങ്ങൾ വളരെ വളരെ പിന്നിലാണെന്ന് സ്ഥാപിക്കുകയും അങ്ങനെ ഒന്നില്ല എന്ന് തള്ളിപ്പറയുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു വിഷയം നോക്കൂ, സജി ചെറിയാൻ, VN വാസവൻ, ഈ 2 പേര് സമീപകാലത്ത് CPMന്റെ വലിയ രീതിയിൽ CPMന് കോൺട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി ലൈസൻ പൊളിറ്റീഷ്യൻസ് എന്നല്ല അതിന് പറയേണ്ടത്. നോക്കൂ, നിലവിലെ സാഹചര്യത്തിൽ കേരളം പഴയ കേരളമൊന്നുമല്ല. 1986 ബദൽ രേഖ വന്നപ്പം 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയെയും കൂട്ടാതെ അധികാരത്തിൽ വരുമെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി ആ നിലയിലുള്ള ഒരു ജനവിധി നേടിയെടുത്ത മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ നിലയിലുള്ള ഒരു കേരളമൊന്നും അല്ല ഇന്നുള്ളത്. ഇന്ന് ഈ സമുദായങ്ങളുമൊക്കെ ആയി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് എന്താ നോക്കൂ, ഇന്ത്യയിൽ ഇന്നലെ സജി ചെറിയാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. ഇന്ത്യയിൽ ഇന്നും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ഡോക്ടർ അരുൺ, അത് കേരളം മാത്രമാണ്. അങ്ങനെയുള്ള ആ വിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, ഒരു പൗരൻ്റെ ദൗത്യമാണ്.
അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വിഷമതകൾ ഉണ്ട് എങ്കിൽ ആ വിഷമതകൾ അവരെ നേരിട്ട് കണ്ട് പരിഹരിക്കുന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തെറ്റുമില്ല. രാജ്യം മുഴുവൻ നിങ്ങളെ വല്ലാത്ത വിധത്തിൽ പീഡിപ്പിക്കുമ്പോൾ, വല്ലാത്ത വിധത്തിൽ ആക്രമിക്കുമ്പോൾ ഈ സംസ്ഥാനം ഒരു ഭൂമികയായി നിൽക്കുകയാണ്, സമാധാനത്തിൻ്റെ ഭൂമികയായി നിൽക്കുകയാണ്. അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അതിനകത്ത് ഏതെങ്കിലും ബിഷപ്പുമാരെ നേരിൽ പോയി കണ്ടു എന്നുള്ള കാരണത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബിഷപ്പിനെതിരായ പരാമർശത്തിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങി എന്നുള്ള കാര്യത്തിനകത്തോ CPM-നെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയോ ക്രൂശിക്കേണ്ട കാര്യം ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ അതിനകത്തൊരു വ്യത്യസ്തമായ അഭിപ്രായം എനിക്കുള്ളത്, ഒരു നിലപാട് അത് പാർട്ടി പറയുമ്പോൾ ആ പാർട്ടി മെച്യൂരിറ്റിയെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ആ പാർട്ടി മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുകൾ വിമർശിക്കപ്പെടുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നും കേരളത്തിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രയോഗം അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ളത് ഈ പാലാ ബിഷപ്പിന്റെ പ്രയോഗം ആ തന്നെ. പ്രയോഗത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനാണ് ആശങ്ക തോന്നിയത്. അന്ന് സമസ്തയാണ് വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ആ വിഷയത്തിൽ. കാരണം അതൊരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ നിങ്ങൾ ഒരു ക്രിമിനൽ വൽക്കരിക്കുന്നതിന് സമാനമാണ് എന്നുള്ളൊരു പദപ്രയോഗമാണ്. അതിനെ തുടർന്നാണ് പിന്നീട് ഹലാൽ ഭക്ഷണ വിവാദം ഉണ്ടാവുന്നു. ഏതൊക്കെ രീതിയിലാണ് പിന്നീട് ആ ഭക്ഷണ ആ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ഒരു ക്രിസംഖ്യ ഏർപ്പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവർ ആ നിലയിൽ വലിയ റോൾ വഹിക്കുന്നുണ്ടല്ലോ. അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കുക എന്നല്ലാതെ കൂടുതൽ പ്രകോപിപ്പിച്ച് അവരെ ഒരു മുസ്ലിം വിരുദ്ധ ഇസ്ലാമോഫോബിയക്കാരാക്കി മാറ്റാതിരിക്കുകയാണ് കേരളത്തിൻ്റെ ഭാവിക്ക് നല്ലത്. ഇതിനകത്ത് മറ്റൊരു കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി പറയാം. കാരണമാലിൽ ഈ 35 എനിക്ക് ശ്രീ എം വി നികേഷ് കുമാർ പറഞ്ഞ പല മറുപടിയുണ്ട്. കാര്യങ്ങളോടും പിന്നെ വിയോജിപ്പുണ്ട്. തീർച്ചയായും താങ്കൾക്ക് അതിലേക്ക് വിയോജിക്കാം. പോകുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു. ഇല്ലില്ല, അപ്പോൾ പറഞ്ഞോളൂ. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനായി ശ്രമിക്കുന്നു എന്നുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഒരു ശ്രമവും ഇന്ത്യയിൽ നടക്കുന്നുമില്ല. ഒരു മതേതര രാഷ്ട്രമായി തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. അല്ലാതെ മതരാഷ്ട്രമാക്കി മാറ്റാൻ പോകുന്നു എന്നതൊക്കെ കുപ്രചരണമാണ്. അത് അർഹിക്കുന്ന അവജ്ഞയോടെ ജനം തള്ളിക്കളയും എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കം എവിടെയാണ് നടക്കുന്നത്? അല്ല, മതരാഷ്ട്രമാക്കാനുള്ള നീക്കം എവിടെയാണ് നടക്കുന്നത് എന്ന് പറയണം. എവിടെയാണ് നടക്കുന്നത്? ചെങ്കോല് വെച്ചാലുടൻ മതരാഷ്ട്രമാകുമോ? പിന്നെന്താ വ്യത്യാസം? ഞാൻ ചോദിക്കട്ടെ, ചെങ്കോല് വെച്ചാലുടൻ മതരാഷ്ട്രമാകും? ചെങ്കോൽ മതത്തിന്റെയാണോ അധികാരത്തിന്റെയാണോ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അധികാരത്തിന്റെ പ്രതീകമായ ഒന്നാണ് ചെങ്കോൽ. ചെങ്കോൽ അധികാരത്തിന്റെ പ്രതീകമാണ്. നെഹ്റുവിന്റെ കയ്യിലിരിക്കുമ്പോൾ ചെങ്കോൽ പ്രശ്നമല്ല. നെഹ്റുവിന്റെ കയ്യിലല്ലേ? ഞാൻ ചോദിക്കുന്നത് അല്ല, ചരിത്രത്തിന്റെ പാർലമെന്റിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അതൊരു മതത്തെ പ്രതിനിധാനം ചെയ്ത് കൊണ്ടുവയ്ക്കുന്നതാണ്. മതരാഷ്ട്രമാണ് എന്നുള്ളത് അയോധ്യ പ്രതിഷ്ഠാദിനത്തിൽ ദീപം തെളിക്കാൻ പറഞ്ഞതോ? മുഴുവൻ ജനങ്ങളോട് ദീപം തെളിക്കാൻ പറഞ്ഞതോ? അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ദീപം തെളിക്കാത്തവരോട്, അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് എന്ന മാഡത്തിന് ദീപം തെളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ ആരും കൈപിടിച്ച് വിളക്ക് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമാണ് രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യാനാണ്. ഇലക്ഷൻ കമ്മീഷനിൽ സുപ്രീം കോടതി വിധിയുണ്ട്. ആ സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഇപ്പോ ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസ്സാക്കുകയാണ്. എന്താണെന്നറിയാമോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന കാരണത്താൽ, അതായത് മോദി പറയുന്ന ഒരു പ്രതിനിധി, മോദി പിന്നെ സ്പീക്കർ. നമുക്ക് അതിലേക്ക് വിട്ടുപോകുന്നതിന് മുമ്പ് മഹാരാഷ്ട്രത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. നമുക്കത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മീഡിയ എഡിറ്റേഴ്സ് തുടരുന്നു. പാർട്ടി സജി ചെറിയാനെ തിരുത്തിച്ചോ എന്നായിരുന്നു ചോദ്യം. സുജയ, സജി ചെറിയാനെ തിരുത്തിച്ചത് അതൊരു അവസരവാദ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള തിരുത്താണെന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ തുടർച്ച മതരാഷ്ട്രമാക്കാനായിട്ടുള്ള BJP-യുടെ ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വർഗീയ ചേരിതിരിവുണ്ടാക്കാനായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമം എന്നൊക്കെയുള്ളത്. അത് വെറും വാദത്തിന് മാത്രമേ നിൽക്കുകയുള്ളൂ. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ക്രൈസ്തവർ കൂടുതലായി BJP-യിലേക്ക് അടുക്കുന്നു എന്നുള്ളത്, അത് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് CPIM-നും അതുപോലെ തന്നെ കോൺഗ്രസിനുമാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത്. ഒരു സ്ട്രോങ് വോട്ട് ബാങ്ക് ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾക്കൊപ്പം എക്കാലവും ഉണ്ടായിരിക്കുമെന്നുള്ള ആ ഒരു പതിവ് പിന്തുടരും, അല്ലെങ്കിൽ അത് തുടരുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ്. ഇവിടെ BJP ശ്രമിക്കുന്നത്, BJP-യും വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അല്ലാതെ BJP-യും വേറൊരു ലക്ഷ്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ന്യായമായും നടത്തും. പക്ഷേ അതൊരിക്കലും ഒരു വർഗീയ മുതലെടുപ്പാണ് എന്ന് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ്? ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്തുകൂടാ? ഒരു സ്വതന്ത്ര നിലപാടെടുത്തുകൂടാ? എന്തുകൊണ്ട് മോദിയോട് അടുത്തുകൂടാ? ഒരു ഐത്തം കാണിക്കുന്നത് എന്തിനാണ്? അവിടെയാണ് ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടാണ് ക്രിസ്തവ കമ്മ്യൂണിറ്റിക്കെതിരെ ആക്രമണം കൂടുന്നത്? കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? അവിടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെ ആക്രമണം നടത്തുന്നത് BJP സ്പോൺസർ ആണോ? BJP ആണോ ആക്രമണം നടത്തുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കൂ. BJP പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ
2023 ആകുമ്പോൾ 320 കടക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് BJP ആണോ? ആ BJP ഭരിക്കുന്ന BJP state ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കുന്നത് CPIM പിണറായി വിജയൻ സർക്കാരുമാണല്ലോ. എല്ലാ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം ഈ സർക്കാരിനും CPIM-നുമാണോ? ആക്രമണം നടത്തുന്ന ക്രിമിനലുകളാണ്. ക്രിമിനലുകളാണ് ആക്രമണം നടത്തുന്നത്, അല്ലാതെ പിണറായി വിജയനല്ല. ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഏറ്റവും കൂടുതൽ ഇവിടെ report ഞാൻ ചെയ്യുന്നത് ചോദിക്കട്ടെ, എവിടെയാണ്? ഇവിടെ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം റിപ്പോർട്ട് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എവിടെയാണ്? മധുവിനെ തല്ലിക്കൊന്നത് CPIM ആണോ ഒരു പിണറായി കേസ് വിജയൻ? പറയൂ, അടുത്ത കേസ് പറയൂ. ഞാൻ അടുത്ത ചോദിക്കട്ടെ, കേസ് പറയൂ. ഇവിടെ അല്ല, മധുവിനെ തല്ലിക്കുന്നു. അടുത്ത കേസ് പറയൂ. മധുവിനെ തല്ലിക്കൊന്നത് രണ്ടാമത്തെ കേസ് പറയൂ. ഇവിടെ രണ്ടാമത്തെ കേസ് പറയൂ. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ രണ്ടാമത്തെ കേസ് രാഷ്ട്രീയ പറയൂ. കൊലപാതകങ്ങളിൽ രാഷ്ട്രീയ രാഷ്ട്രീയമല്ല, കൊലപാതകങ്ങളിൽ ആ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അങ്ങനെ എടുത്തു പോലും. പറയാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അങ്ങനെ കസ്റ്റഡി മർദ്ദനം, കസ്റ്റഡി മർദ്ദനം, മധു കഴിഞ്ഞു. കസ്റ്റഡി അടുത്ത മർദ്ദനം, ആദിവാസി ദളിത് കേരളത്തിലെ കസ്റ്റഡി മർദ്ദനം. കേരളത്തിലെ സർക്കാരല്ല, ആ മധുവിനെ തല്ലിക്കൊന്നവരാരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മാത്രമല്ല, അതിനകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ശരി, മധുവിന്റെ മരണം ശരി, മധു. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തെ ദളിത് മരണം പറയൂ. അടുത്തത് വാളയാറിലെ പെൺകുട്ടികളുടെ അതാണോ മരണം. ദളിത് മരണം? അല്ല, വാളയാറിലെ പെൺകുട്ടികളുടെ മരണം. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ദളിതായിട്ടുള്ള ആളുകളാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അവരുടെ അതാണോ രാഷ്ട്രീയ ദളിത് അതും പിണറായി വിജയൻ സർക്കാരാണ് അതാണോ പറയുന്നത്. ദളിത് പീഡനം? ജിഷ്ണു പ്രണോയ്, അതാണോ ദളിത്? കസ്റ്റഡി മർദ്ദനങ്ങൾ, അതാണോ ദളിത്? കസ്റ്റഡി ഞാൻ ചോദിക്കട്ടെ, ദളിത് 7.5 കസ്റ്റഡി വർഷത്തിനിടയിൽ എത്ര പോലും. കസ്റ്റഡി ദളിത് എന്ന് പറഞ്ഞാൽ ദളിത് കൊലപാതകങ്ങൾ നിൽക്കണം. ഉണ്ടായി? കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ദളിത് കസ്റ്റഡി. ആദിവാസി ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കസ്റ്റഡി സൂര്യ ഫുട്ബോൾ കൊലപാതകങ്ങൾ കളിക്കരുത്. അല്ലല്ല, കസ്റ്റഡി കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടവരെല്ലാവരും സമൂഹത്തിന്റെ പ്രധാന ശരി, ശരി, ശ്രേണിയിലിരിക്കുന്ന ശരി. ആളുകളല്ല. അത് കേരളത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. മതരാഷ്ട്രവാദം നോക്കൂ. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് മതരാഷ്ട്രമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപനമൊന്നും ആവശ്യമില്ല. ഇന്ത്യ ഇന്നൊരു ജനാധിപത്യ രാജ്യം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. നാളെ അതൊരു മതരാഷ്ട്രമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷനെ ഒന്നുമല്ലാതാക്കി, CAG ഇല്ലാതാക്കി, ജുഡീഷ്യറിയെ അപ്രസക്തമാക്കി, പാർലമെൻറ്റിൽ പ്രതിപക്ഷമില്ലാതെയാണ് ഭരിക്കുന്നത്, സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നില്ല ഗവർണർ. അങ്ങനെ നിരവധിയായിട്ട് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളൊക്കെ തന്നെ തല്ലിത്തകർത്തുകൊണ്ട് നാളെ ഇതൊരു മതരാഷ്ട്രമാകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് പോകുന്നത്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന വിധി അത് ഒരുപക്ഷെ കൃത്രിമമായി പോലും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ്. കാരണം ഈ സംവിധാനങ്ങളെയൊക്കെ തന്നെയും തകർത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്രിമമായ ജനവിധി പോലും സൃഷ്ടിക്കാൻ കഴിയുന്ന സർക്കാരാണ് നിലനിൽക്കുന്നത് എന്ന് എനിക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയക്കുന്നു ഇത് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറാൻ അല്ല, പോകും. കൃത്രിമമായി സൃഷ്ടിക്കുമെന്നുള്ളതിന് എൻ്റെ മുന്നിൽ തെളിവുകളില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തോട് യോജിക്കുന്നില്ലെങ്കിലും മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയം എങ്ങനെയുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് സെക്യുലറിസം എന്ന വാക്ക് എടുത്തു മാറ്റണമെന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയാണ്. സെക്യുലറിസം എന്ന വാക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണഘടനയുടെ കോപ്പി നൽകിയതാരാണ്? അതും ഇതേ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ ഇതേ പാർട്ടിയുടെ പ്രതിനിധികളാണ്. അപ്പോൾ സെക്യുലറിസം എന്നുള്ളത് ആ വാക്കിനോട് പോലും അയിത്തം കൽപ്പിക്കുന്ന ഒരു പാർട്ടി മതരാഷ്ട്രവാദത്തെയാണ് പിന്തുണയ്ക്കുന്നത് എന്നത് സാധാരണ ലോജിക്കിലേക്ക് നമുക്ക് എത്താം. അതിന് പ്രത്യേകിച്ച് വലിയ ആഴത്തുള്ള പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല, കൾച്ചറൽ നാഷണലിസമാണ് ആ പാർട്ടിയുടെ ഐഡിയോളജി. എന്താണ് കൾച്ചറൽ നാഷണലിസം? ആ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് നിലവിൽ ഹിന്ദുത്വ എന്ന പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് വീർ സവർക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സവർക്കറുടെ ആശയത്തിൽ നിന്ന് പോലും അത് നമുക്ക് കൃത്യമായി വേർതിരിച്ചെടുത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ, അധികാരത്തിൻ്റെ തലപ്പത്ത് അശോക സ്തംഭത്തിനോടൊപ്പം തന്നെ ചെങ്കോൽ പ്രതിഷ്ഠിക്കാമെങ്കിൽ, അത് തന്നെ അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും ദീപം തെളിയിക്കണം എന്നൊരു പ്രധാനമന്ത്രിക്ക് പറയാമെങ്കിൽ, അതൊക്കെ ഒരു മതരാഷ്ട്രത്തിൻ്റെ സൂചനയാണ് സുജയ. ഓക്കെ, LK അദ്വാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഹിന്ദു രാജ്യം തന്നെയാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ നാളെ ഒരു പ്രഖ്യാപനമൊന്നും ആവശ്യമില്ലെന്നേ, അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ മതി. അതിനകത്ത് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഇതിനകം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൗരത്വ ബില്ലെന്ന് പറയുന്നത് എന്താ? ഒരു സമുദായത്തിന് മാത്രം ഒരു ഒന്നാം നിര പൗരത്വവും മറ്റുള്ളവർക്ക് രണ്ടാം നിര പൗരത്വവും എന്നുള്ളതാണ്. ആ നിലയിലേക്ക് രാജ്യം ബില്ലുകൾ പാസ്സാക്കി. ഒരു കാര്യം കൂടി സുജയിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ സുജയ. പിതൃരാജ്യത്തെക്കുറിച്ചാണ് സവർക്കർ പറയുന്നത്. എന്താണ് ഹോളി ലാൻഡും പിതൃലാൻഡും തമ്മിലുള്ള വ്യത്യാസം? പുണ്യഭൂമിയും പിതൃലാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പിതൃലാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സിറ്റിസൺഷിപ്പാണ് അവിടെ ബാധകമാവുക. ഹോളി ലാൻഡ് എന്ന് പറയുന്നതോടുകൂടി അതിന് നിങ്ങൾ ആത്മീയമായ പരിവേഷം കൊടുക്കുകയാണ്. ഒരു പിതൃരാജ്യമായി മാറ്റണം എന്നുള്ളതാണ്, ഹോളി ലാൻഡായി മാറ്റണം എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാനമായി മതരാഷ്ട്രത്തിൻ്റെ നിർവചനം എന്നുള്ളത്, സവർക്കർ കൊടുക്കുന്ന നിർവചനം. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ആർഗ്യുമെന്റ്. ഓക്കെ, ഇതിൽ മുമ്പ് നടത്തിയ ആർഗ്യുമെന്റിന്റെ അതിന്റെ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്ത് തന്നെ പോകണമല്ലോ. 2023 സെപ്റ്റംബർ 19 ഈ ഭരണഘടനയുടെ കോപ്പികൾ വിതരണം ചെയ്തതിൽ പ്രതിപക്ഷം ഉന്നയിച്ച, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ വിവാദം ഉയർന്നു വരുന്നത്. അതിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ MP-മാർക്ക് വിതരണം ചെയ്ത ഇംഗ്ലീഷ് കോപ്പീസിൽ ഈ 2 വാക്കുകളും ഇല്ലാത്ത കോപ്പികളാണ് വിതരണം ചെയ്തത് എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ ഇത് ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണം
ആക്രമണമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. അതിന് കൃത്യമായ മറുപടി പാർലമെന്റിനുള്ളിൽ തന്നെ നിയമമന്ത്രി അർജുൻ മേഘ്വാൾ നൽകിയിട്ടുണ്ട്. ആ മറുപടിയെക്കുറിച്ച് താങ്കൾ പറയില്ല എന്നുള്ളതാണ് ആ സത്യം തമസ്കരിക്കുന്നു എന്നത്. പറയട്ടെ, ആ പഴയ കോപ്പി തന്നെയാണ് കൊടുത്തത്. അതായത് the copies featured the original version of the preamble of the constitution. When the constitution came into being, it did not have the word socialist secular. ഈ രണ്ട് വാക്കുകളും ഉൾപ്പെടുത്തിയത് 1976 എന്ന് അറിയാത്ത ആളല്ല ഡോക്ടർ അരുൺകുമാർ. പക്ഷെ അതേക്കുറിച്ച് അതായത് ഈ 76 ശേഷം ഭരണഘടനാ ഭേദഗതിയിൽ ഇന്റഗ്രിറ്റി എന്ന വാക്കും കൂടി കൂട്ടിച്ചേർത്തു. ഒരു നിമിഷം കേൾക്കൂ. ആ 76 ശേഷമുള്ള ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലേ ഇപ്പോഴുള്ള ഭരണഘടനയുടെ പ്രിയാമ്പിൾ? അതെ, അവിടെ വിതരണം ചെയ്തതിലെ പാകപ്പിഴയെ കുറിച്ച് കൃത്യമായി നിയമമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ എടുത്തു മാറ്റിയതൊന്നുമല്ല. ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടത് BJP അല്ലേ? സെക്യുലറിസം എന്ന വാക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാണ്? മാറ്റി എന്ന് പറയുന്നത് ആ ഭരണഘടനയുടെ പഴയ കോപ്പി നിങ്ങൾ എന്തിനു വിതരണം ചെയ്യണം സർ? നോക്കൂ, അടിസ്ഥാനപരമായി മൗലിക തത്വങ്ങൾ എടുത്തു മാറ്റാൻ ഇപ്പോൾ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബേസിക് നേച്ചർ ആയതുകൊണ്ടാണ്. അത് അടിസ്ഥാനമായി ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ്, അടിസ്ഥാന സ്വഭാവമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ജുഡീഷ്യറിയെ കൊണ്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സ്വാഭാവികമായും അമെൻഡ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ലെന്നേ, എനിക്കൊരു സംശയമില്ലെന്നേ. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ നോക്കിക്കോളൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ പാർട്ടി തിരുത്തിച്ചോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം തിരുത്തിച്ചു എന്ന് തന്നെയാണ്. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.